മൺചട്ടിയിലോട്ട് 1.5 കപ്പ് വീതം ചേന, വെള്ളരിക്ക, പടവലങ്ങ, ക്യാരറ്റ്, മുരിങ്ങക്ക, ബീൻസ് അതിലേക്കും കുറച്ചിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വേപ്പില. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മി എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇല വെച്ച് അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 7-8 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതങ്ങ് അടിയിൽ പിടിക്കും. ഇപ്പോൾ 7-8 മിനിറ്റോളായിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നടുഭാഗത്ത് ഒരു മാങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര പുളി വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇതാ തട്ടിക്കൂട്ടിയിട്ടൊന്ന് അടച്ചു വെക്കുക. വീണ്ടും ഇലയിട്ടിട്ട് തന്നെ അടച്ചു വെക്കുക. ഇനി അരപ്പ് തയ്യാറാക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 7-8 ചെറിയുള്ളി എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെള്ളം ചേർക്കാതെ വേണം ചതച്ചെടുക്കാൻ. അപ്പോഴേക്കത് കഷ്ണങ്ങളിലൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി കഷ്ണങ്ങളൊന്നും ഉടയാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടിക്കൂട്ടി വെക്കുക. അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ വാഴയിൽ തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് തുറന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി സ്മെല്ലാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് തൈര് ചേർക്കാത്ത അവിയൽ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്.